ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. ഇന്ന് ഒരു അലർട്ടുമായിട്ടാണ് വന്നേക്കുന്നത്. വേറൊന്നുമല്ല, നമ്മൾ സാധാരണ തിങ്കളാഴ്ച ദിവസം കൊറിയർ അയക്കുന്നതാണ്. പക്ഷേ ഇന്നലെ കൊറിയർ നമ്മൾ അയച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ ലോഡ് എടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. ഒരുപാട് റോസിൻ്റെ വെറൈറ്റീസ് ആയിട്ടുള്ള കളക്ഷനുമായിട്ട് നമ്മൾ ഉടനെ എന്തായാലും നെക്സ്റ്റ് സൺഡേ നമ്മൾ നാട്ടിലെത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ നമുക്ക് കൊറിയർ അയക്കാൻ പറ്റുള്ളൂ. ഓൾമോസ്റ്റ് നമ്മുടെ പെൻഡിങ് ലിസ്റ്റിലുണ്ടായിരുന്നതൊക്കെ നമ്മൾ കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഏകദേശം ഒരു 14 എണ്ണം നമ്മുടെ ഡിസ്ട്രിക്റ്റ് എറണാകുളം ടു കാസർഗോഡ് പിന്നെ അതർ സ്റ്റേറ്റ്സ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 14 എണ്ണം മാത്രമേ ഉള്ളൂ. അതിന് മുമ്പ് ഓർഡേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്ന ഏകദേശം ഒരു 400 ഓർഡറോളം നമുക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ എന്ത് ചെയ്തു, തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ കൊറിയർ അയച്ചത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളിയാഴ്ചയാണ് ഈ ഒരു ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് മാത്രം നമുക്ക് അയക്കാൻ പറ്റുള്ളൂ. അത് വെറും 14 ഓർഡേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇനി എന്തായാലും അടുത്ത തിങ്കളാഴ്ച നമ്മൾ നാട്ടിലെത്തി ഒന്ന് ഫ്രീ ആവുള്ളൂ. അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കിയുള്ളവർക്ക് കൊറിയർ അയക്കുക. പിന്നുള്ളൊരു കാര്യം, ഞാൻ ആ ഒരു ഗ്രീറ്റിംഗ് മെസ്സേജിൽ പറയുന്നുണ്ട്, നമ്മുടെ ഓർഡർ കൺഫേം ആയി കഴിഞ്ഞാൽ 15 ദിവസത്തിലായിരിക്കും നിങ്ങൾക്ക് പ്ലാൻസ് കൈ കിട്ടുക. 15 വർക്കിംഗ് ഡേയ്സിലായിരിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് കണ്ടിട്ടാണോ കാണാതെയാണോ എന്ന് അറിയില്ല. ഇപ്പോൾ സൺഡേ ഓർഡർ ചെയ്താലും മൺഡേ അയക്കും അതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് അങ്ങനെ അയക്കാൻ ബുദ്ധിമുട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം തന്നെ ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന ഓർഡേഴ്സ് ആയാലും നമ്മൾ എടുക്കാത്ത ഓർഡേഴ്സൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വാട്സപ്പ് മെസ്സേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 11 മണിക്കുള്ളിലൊക്കെയാണ് നമ്മളെല്ലാവർക്കും റിപ്ലൈ കൊടുത്തേക്ക് തീരുക. കുറേ പേർക്ക് റിപ്ലൈ കൊടുക്കാനുണ്ട്. അതൊക്കെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ലോഡിൻ്റെയും റേഞ്ച് ഇഷ്യൂസൊക്കെ ആയിട്ട് നിന്നത് കൊണ്ട് മാത്രമാണ്. കാരണം ഞാനൊരു 3 ദിവസം നമ്മുടെ വെള്ളിയാഴ്ച ഈവനിങ് ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് തിരിച്ചതാണ്. മൂന്നാറിലോട്ട് വന്നതാണ്. ജസ്റ്റ് ഒരു ട്രിപ്പ് പോലെ വന്നതാണ്. അവിടെ നിന്നാണ് നമ്മൾ പ്ലാൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാക്കിയത്. അപ്പോഴത്തേക്കും നമുക്കിവിടെ റേഞ്ച് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരുപാട് പേർക്ക് റിപ്ലേസും കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നാണ് നമ്മൾ റേഞ്ച് ഉള്ളൊരു സ്പോട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ഇന്ന് തന്നെ എല്ലാവർക്കും റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. ഞാൻ പ്രത്യേകം പറയുന്നൊരു കാര്യം വേറൊന്നുമല്ല, പ്ലാന്റ് ഓർഡർ ചെയ്ത് 15 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും അയക്കുക. കാരണം ഞാൻ ഹസ്ബൻഡും കൂടെയാണ് ലോഡ് എടുക്കാനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് കൊറിയർ അയക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇല്ലാത്ത പക്ഷം നമുക്ക് പ്ലാൻസ് അയക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയാൻ വേണ്ടിയിട്ടൊരു കാര്യമാണ്, ഇപ്പോൾ നമ്മുടെ ചാനലിന് ഈ ഇടയ്ക്കൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഒരു അരുൺ മുരളീധരൻ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് ഞാനൊരു 1 വീക്ക് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൻ്റെ താഴെ പ്ലാൻസ് അയച്ചിട്ടില്ല, യാതൊരു റെസ്പോൺസും ഇല്ല, പ്ലാൻസ് ഓർഡർ ചെയ്യുന്നവർ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം തന്നെ ഞാൻ കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഏകദേശം ഒരു 3 മന്ത്സിലുള്ളവരെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി അതിനകത്ത് മെൻഷൻ ചെയ്തത് 1 മന്ത് എന്നായിരുന്നു. പക്ഷെ ഞാനൊരു 3 മന്ത്സിലുള്ള ലിസ്റ്റ് നോക്കിയപ്പോഴും അങ്ങനെ ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് പേയ്മെൻറ്റ് വന്നതായിട്ടോ ഓർഡർ ചെയ്തതായിട്ടോ എനിക്ക് അതിനകത്ത് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, യൂട്യൂബിനകത്ത് തന്നെ കമൻസിൽ റിപ്ലൈ കൊടുത്തു. അവരുടെ ഒരു ഹായ് അയക്കാൻ പറഞ്ഞു. എനിക്ക് അങ്ങനെ ഒരു ഹായ് വന്നിട്ടില്ല. അതിനുശേഷം ഞാൻ നെക്സ്റ്റ് ഡേ, അതായത് മെസ്സേജ് ഞാൻ അയച്ച നെക്സ്റ്റ് ഡേ ആയപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു എനിക്ക് അവരുടെ നമ്പർ തരാൻ പറഞ്ഞു. ഇതിന് യാതൊരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ അതങ്ങ് വിട്ടായിരുന്നു. ഞാൻ അവരുടെ ഭാഗത്തുനിന്ന് യാതൊന്നും ഉണ്ടായില്ല. അതിനുശേഷം ഞാൻ ഒരു 2 ഡേയ്സ് മുമ്പ് ഒരു വീഡിയോ ഇട്ടു. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഹർട്ട് ചെയ്തൊരു കാര്യമാണ്. എനിക്ക് ഭയങ്കരമായിട്ടത് വിഷമമായി. ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ പിൻ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ അഭിപ്രായം എന്താണെന്ന് പറയാം. വേറൊന്നും ഉണ്ടായിരുന്നില്ല ആ കമൻറ്റ്. എനിക്ക് പ്ലാൻസ്, അതായത് നിനക്ക് പ്ലാൻസ് അയക്കാൻ ടൈമില്ല, പുതിയ തള്ളുമായിട്ട് ഇറങ്ങിക്കോളും, വീഡിയോ അയക്കാനുള്ള ടൈം ഉണ്ടല്ലോ എന്നായിരുന്നു ആ ഒരു കമൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ തലേദിവസം ഉള്ള പ്ലാൻസ് എല്ലാം അയച്ചിട്ട് വെറും 14 പ്ലാൻസ് മാത്രമായിരുന്നു പെൻഡിങ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് ഡിസ്ട്രിക്റ്റ് നമ്മുടെ എറണാകുളത്തിന് ശേഷം ആയത് മാത്രമാണ് അതൊന്ന് അയക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ 1 മന്തിനുള്ളിലുള്ള എല്ലാം ഞാനത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മെസ്സേജസ് ആയിരുന്നു. അതെല്ലാം ഏകദേശം ഒരു വ്യാഴം വെള്ളി ദിവസങ്ങളിലൊക്കെ കിട്ടിയ ഓർഡേഴ്സ് ആയിരുന്നു പെൻഡിങ് ഉള്ളത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു മെസ്സേജോ കമൻറ്റോ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരു ഓർഡർ എടുത്തതായിട്ടും എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് കഴിഞ്ഞ തവണ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ യാതൊരു റെസ്പോൺസും ഇല്ലാതെ പിന്നെയും വന്നിട്ട് ഞാൻ പുതിയ തള്ളുമായിട്ട് ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല.
അതെന്താണ് ആ തള്ളെന്നുള്ളത് നിങ്ങൾ ആ വീഡിയോ കയറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അതിനകത്ത് തള്ളാണോ അല്ല. ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ എന്തിനാണോ ഇട്ടത് അതിൻ്റെ അനുഭവങ്ങൾ അവർ ഒരുപാട് പേര് വാട്സപ്പ് ത്രൂവും അല്ലാണ്ട് തന്നെ ഇതിനകത്ത് കമൻസൊക്കെ ആയിട്ട് ഇട്ട്. അപ്പോൾ ഞാനത് എന്താണോ ഉദ്ദേശിച്ചത് എനിക്കതിൻ്റെ റിസൾട്ട് ആ വീഡിയോ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കതിൽ ഞാൻ പേഴ്സണലി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഈ പുള്ളിക്കാരനെ അതുവരെ എന്താ കസ്റ്റമർ ഇപ്പോൾ എൻ്റെ ഭാഗത്തായിരിക്കും തെറ്റെന്നുള്ള രീതിയിൽ ഞാൻ റിപ്ലൈ കൊടുത്തു. പക്ഷേ എനിക്ക് ആ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതിന് നല്ല രീതിക്ക് തന്നെ ഞാനൊരു റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. പേയ്മെൻറ്റ് നിങ്ങളുടെ സ്ക്രീൻഷോട്ട് അയക്കുക, നിങ്ങൾക്ക് ഏത് പ്ലാന്റാണ് തരാനുള്ളത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അത്യാവശ്യം റൈസായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ഒരു അരമണിക്കൂറിനകത്ത് തന്നെ ആ ഒരു ഇട്ട കമൻറ്റും കാണാനില്ല, അങ്ങനെ ഒരു പുള്ളിയുടെ മെസ്സേജും വാട്സപ്പിനകത്തില്ല, ഒന്നും തന്നെ എനിക്ക് റിപ്ലൈയോ കാര്യങ്ങളോ വാട്സപ്പിനകത്ത് വന്നിട്ടില്ല, മെസ്സേജസ് ഒന്നും വന്നില്ല. സാധാരണ ഒരു ജെന്യുവൻ പേഴ്സൺ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ താഴെ കമൻറ്റ് വന്നേനെ, സ്ക്രീൻഷോട്ടോ കാര്യങ്ങൾ അയച്ചിന്. ഇതൊന്നും വന്നില്ല. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഹർട്ടായ ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങളോടൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ.